ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് കൊച്ചിയിലാണ്. മട്ടാഞ്ചേരി നൗഷാദ് ഖാൻ്റെ വർക്ക്ഷോപ്പിൽ വന്നതാണ്. അപ്പോൾ അവിടെ ഒരു ഡ്രൈവറുണ്ട്. വണ്ടിയൊക്കെ പണിതും കഴിഞ്ഞ് ഫുള്ള് സെറ്റായിട്ട് ഓടാൻ ഇറങ്ങിയ ആളാണ്. അപ്പോൾ ആളെ കണ്ടപ്പം വണ്ടീൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇറങ്ങിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഡ്രൈവറെ പരിചയപ്പെടാം. അടിപൊളി അഡാറ് മോഡിഫിക്കേഷൻ തന്നെയാണ് വണ്ടി ചെയ്തത്. ഹലോ, എൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് നിസാർ. എവിടെയാണ്? ഇവിടെ മട്ടാഞ്ചേരി തന്നെയാണ് സ്ഥലം. അപ്പോൾ ഞാൻ വണ്ടിൻ്റെ വർക്കൊക്കെ കണ്ടപ്പോൾ അടിപൊളി സെറ്റായിട്ടുണ്ട്. അപ്പം എന്തൊക്കെ ഫെസിലിറ്റിയാണ് വണ്ടിയിലുള്ളത് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനും എത്ര രൂപ ഇതിൻ്റെ ചിലവ് എന്നൊക്കെ അറിയാനൊക്കെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാതെ. ശരി ശരി. അപ്പോൾ എന്തൊക്കെ സെറ്റിങ്സ് ആണ് ഈ ഫ്രണ്ടിലൊക്കെ വന്നിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഒരു രണ്ട് സൈഡിൽ ഒരു കൊമ്പ് വന്നിട്ടുണ്ട് അല്ലേ? രണ്ട് സൈഡ് ഈ സി ക്ലാം മിറർ വന്നിട്ടുണ്ട്. പിന്നെ ഇത് വൈപ്പർ വന്നിരിക്കുന്ന എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ്. അത് ഏതാ വൈപ്പർ വരുന്നത്? ഇത് നമ്മളെ ഇത് വാഗ്നറിന്റെ വൈപ്പറാ വരിക. അത് സെറ്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഫുള്ള് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ മുകളിൽ പിന്നെ സൺസൈഡ് വന്നിട്ടുണ്ട് അല്ലേ? പിന്നെ മുമ്പില് മൺകാർഡിന് ക്രാഷ് കാർഡ് വെച്ചിട്ടുണ്ട്. അതൊക്കെ എക്സ്ട്രാ അഡീഷണൽ വന്നിരിക്കുന്നതാണ്. പിന്നെ സൈഡ് മിറർ കോളിസിന്റെ മിററാണിത്. പിന്നെ പുറത്ത് വാട്ടർ ചാനൽ ബോഡിന്റെ കൂടെ ചെയ്താണ്. ബോഡി വർക്കിന്റെ ഒപ്പം ചെയ്തിരിക്കുന്നതാണ്. അതൊക്കെ ബോഡി വർക്ക് എത്ര രൂപയായി? എനിക്ക് ബോഡി വർക്ക് എല്ലാം കൂടി വന്നിരിക്കുന്ന ഒരു 40 രൂപയോളം വന്നിട്ടുണ്ട്. 40 രൂപ ഏതായുള്ളൂ ഈ ബോഡി വർക്ക്? അത്ര ആയിട്ടുള്ളൂ. അത് കുറവാണല്ലോ. ഇതിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ രണ്ട് സൈഡും സ്ലൈഡിംഗ് ഡോറാണ് വന്നിരിക്കുന്നത്. സ്ലൈഡിങ് ഈ സൈഡിലും ആ സൈഡും വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡും വന്നിട്ടുണ്ട്. രണ്ട് സൈഡും സ്ലൈഡിങ് വന്നിട്ടുണ്ട്. കൂടാണ്ട് ഇവിടെ ഡ്രൈവറിന്റെ പുറകിലും ഇത് വന്നിരിക്കുന്ന സ്ലൈഡിംഗ് ഡോറാ വെച്ചിരിക്കുന്നത്. ഗ്ലാസ്സിൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഈ സൈഡ് പടുത് ഇടാനായിട്ട് പ്രത്യേകിച്ച് നിർത്തേണ്ട കാര്യമില്ല. കസ്റ്റമർ തന്നെ ക്ലോസ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാം. ഇത് കണ്ടില്ലേ? അപ്പൊ ഇത് ഈ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന വെച്ചാൽ നമ്മുടെ ഈ ഭാഗത്തൊക്കെ വണ്ടി കൂടുതൽ പുറത്താണ് ഇടുന്നത്. വീടിന്റെ അകത്തേക്ക് ഇടാനുള്ള സൗകര്യം പല സ്ഥലത്തും ഉണ്ടാവില്ല. അപ്പൊ ഈ പൂച്ച കയറി രാവിലെ എണീക്കുമ്പോ അതൊക്കെ ക്ലീൻ ചെയ്യലും കാര്യങ്ങളും പരിഹാരമില്ലാത്ത സംഭവമാണ് ഈ പൂച്ച കയറുന്ന പ്രശ്നം. അത് തന്നെ. അപ്പൊ നമുക്കിപ്പോ ആകെ നോക്കേണ്ടത് ഇനിയിപ്പോ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് ഫ്രണ്ടിൽ ഇപ്പൊ തൽക്കാലം ഡോർ വെക്കാനോ മറ്റുള്ള സജ്ജീകരണങ്ങൾക്കുള്ള ഇത് നമ്മുടെ ഇവിടെ ഇല്ല. അതായത് ഇവിടെ നിയമവശം വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഡോർ കൊടുക്കാൻ പറ്റൂല. പ്രൈവറ്റ് വണ്ടി ആണെങ്കിലേ പ്രൈവറ്റ് വണ്ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഇത് ടാക്സി വണ്ടിക്ക് കൊടുക്കാൻ പറ്റില്ല ഓട്ടോറിക്ഷയില്. അതുകൊണ്ട് ഫ്രണ്ടിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന 2-4 സൈഡും ഇതാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബേക്കിലേക്ക് ഞാനിത് ഇവിടെ വന്നിരിക്കുന്നത് ഡിക്കി ഡോറാണ് വന്നിരിക്കുന്നത്. കുറച്ച് രാത്രി ആയതുകൊണ്ട് ലൈറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്, കുഴപ്പമില്ല. ബാക്കിലൊരു ബമ്പർ വന്നിട്ടുണ്ട്. ഗോൾഡൻ കളറാണോ അത് വരുന്നത്? അത് ഗോൾഡൻ ഷീറ്റാണത്. ഷീറ്റില്ലേ? നൗഷാദ് ഖാന്റെ ഇതിന് കീ ഇട്ട് തുറക്കാൻ പറ്റൂലേ? കീ മാത്രമേ ഉള്ളൂ. ഒരു ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലേ ഇതിന്? ഇത് ഹൈഡ്രോളിക്ക വെച്ചിരിക്കുന്ന സിമ്പിൾ ആയിട്ട് ആർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് പ്രസ്സിംഗ് ഒന്നുമില്ല, ഒള്ളി കീ മാത്രമേ ഉള്ളൂ. കീ ഇട്ട് കഴിഞ്ഞാല് നിറങ്ങി പോയിക്കോളും. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഗ്ലാസ് നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അല്ലേ? ഇത് കട്ട് ചെയ്തല്ലേ സീറ്റൊക്കെ? ഈ 40 രൂപ ബോഡി വർക്കിന് മാത്രമാണല്ലേ? വുഡിന്റെ വർക്കൊക്കെ മൊത്തത്തിലാണോ? ഇല്ല, ഇത് 40 രൂപ വന്നിരിക്കുന്ന ബോഡി വർക്ക് നമ്മുടെ ഈ 4 സ്ലൈഡിങ്ങും കാര്യങ്ങൾക്കൊക്കെ വന്നിരിക്കുന്നത്. ഈ സീറ്റൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ മട്ടാഞ്ചേരി തന്നെ മരക്കടവിൽ നിഷാദ് എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്. ആളാണ് പുള്ളി അപ്പോൾസറിയും കാര്യങ്ങളും ഇതെല്ലാം ചെയ്തു തരുന്നത്. മൊത്തം സീറ്റ് വർക്കും ഇതെല്ലാം വന്നിരിക്കുന്നത്. എനിക്കിപ്പോ ഇതിന് വന്നിരിക്കുന്ന എക്സ്പെൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ 22,800 അപ്പോൾസറിക്ക് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ വന്നിരിക്കുന്ന ഇത് കമ്പനി പടുത തന്നെയാണോ അല്ലെങ്കിൽ? അല്ല, ഇത് നിഷാദ് ചെയ്യുന്നതാണിത്. പടുത വേറെയാണ്. കമ്പനി പടുതല്ല. കമ്പനി പടുത മഞ്ഞ കളറാണോ? ഇതിൽ വന്നിരുന്നത് മഞ്ഞയാണ് വന്നിരുന്നത്. ഏതും ചെയ്യാലോ, ഹൈക്കോടതി ഉത്തരവ് വന്നല്ലോ. പിന്നെ അഡീഷണൽ 2 ഫാന്, പിന്നെ റിവേഴ്സ് ക്യാമറ അല്ലേ? റിവേഴ്സും ഫ്രണ്ടും ഉണ്ട് അത് ക്യാമറ. രണ്ട് സൈഡും ഉണ്ട്. റെക്കോർഡിംഗ് ആണ് അത് ക്യാമറ. ഫുൾ ടൈം റെക്കോർഡിംഗ് ആണത്. അതിന് നല്ല കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ആക്സിഡന്റ് ഒക്കെ ആകുന്ന സമയത്ത് നമ്മളെ ഭാഗത്തല്ല തെറ്റെങ്കിൽ കൂടി ഓട്ടോറിക്ഷക്കാരെ കുറ്റപ്പെടുത്തുന്ന രീതിയാണ് മൊത്തത്തിലുള്ളത്.
അപ്പൊ മൊത്തം എത്ര രൂപ ചെലവ് വന്നപ്പോ ടോട്ടലായിട്ട് ഈ അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ കൂടെ? ഇത് ഫിറ്റിംഗ്സ് എല്ലാം ഉൾപ്പെടെ എനിക്ക് 80 രൂപയോളം വന്നിട്ടുണ്ട്. മൊത്തത്തിൽ 80 രൂപ? 80,000 വന്നിട്ടുണ്ട്. വിത്ത് ക്യാമറ ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. ക്യാമറ ഉൾപ്പെടെയാണ് എനിക്ക് 80,000 നിലവിൽ വന്നിരിക്കുന്നത്. എത്ര ദിവസം പണിയാൻ സമയം എടുത്തു? നമ്മുടെ ഇത് നൗഷാഖാന്റെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ദിവസത്തെ പണി മാക്സിമം വന്നിട്ടുള്ളൂ. ഫാസ്റ്റ് ആണ്. അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് മാക്സിമം 4 ദിവസം. പിന്നെ ബാക്കി നമുക്ക് ഇതിന് പെയിന്റിങ്, പിന്നെ അപ്പോൾസറി, ഇവിടെ എല്ലാം തിരക്കാണ്. അതിന്റെ പേരിലാണ് കുറച്ച് ദിവസം നീണ്ടു പോയിരിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് എല്ലാം കൂടി ഒരു 2-2.5 ആഴ്ചക്കുള്ളിൽ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞ് എന്റെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ പുതിയ വണ്ടി എടുത്തതാണോ? പുതിയ വണ്ടി എടുത്തിരിക്കുന്നതാണ്. നേരത്തെ ഏതായിരുന്നു വണ്ടി? എനിക്ക് ആപ്പേ വണ്ടിയാവുള്ളൂ. ആപ്പേ ഡീസലായിരുന്നു. ഇപ്പൊ CNG-ലേക്ക് മാറി. ഇപ്പൊ CNG-ലേക്ക് മാറി. CNG-ലേക്ക് മാറിയിട്ട് എന്തെങ്കിലും? CNG-ലേക്ക് മാറിയിട്ട് ഇപ്പൊ നമ്മുടെ ഈ കുടുകുടു ശബ്ദവും പിന്നെ യാത്രാസുഖവും ഉണ്ട് നല്ലതുപോലെ തന്നെ. കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലും പറയുന്നുണ്ട്. ഇപ്പൊ സാധാരണ എന്റെ വണ്ടിയിൽ ഉണ്ടായിരുന്നതിൽ പാട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശബ്ദം വേണ്ടത്ര ഉണ്ടായിരുന്നില്ല. പക്ഷേ വണ്ടിയുടെ ശബ്ദം തന്നെ ഡീസൽ വണ്ടിന്റെ ഇതറിയാലോ, ഭയങ്കര ശബ്ദമായിരിക്കും. പക്ഷെ CNG വണ്ടി ആയതുകൊണ്ട് തന്നെ സൈലന്റ് ആണ്. യാത്രക്കാർക്കാണെങ്കിലും നമുക്കാണെങ്കിലും പാട്ട് കേൾക്കാനുള്ള ഇത് എല്ലാം ഉണ്ട്. കാരണം സൈലന്റ് ആണ്, സ്മൂത്ത് ആണ് പഠിക്കാനായിട്ട്. എക്സൈഡ് വണ്ടി ഈ വണ്ടിയിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ട്യൂബ്ലെസ് ടയർ ആയതുകൊണ്ട് ടയർ ഹൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. റേഡിയൽ ടയർ ആണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ലോങ് പോവുകയാണെങ്കിൽ തന്നെ ഒരു ക്ഷീണം തോന്നുന്നില്ല. ലോങ് എവിടെ വരെ പോയിട്ടുണ്ട്? ഞാൻ മലപ്പുറം വരെ പോയിട്ടുണ്ട്. മലപ്പുറം പോയിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം പോയിട്ടുണ്ട്. തിരുവനന്തപുരം പോയിട്ടുണ്ട്. തിരുവനന്തപുരം പോയിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ട് തിരുവനന്തപുരം? ഇവിടുന്ന് ഇപ്പൊ 220-230 കിലോമീറ്റർ. മലപ്പുറം ഏകദേശം 180-200 അതിനുള്ളിലൊക്കെ കവറായി പോകുള്ളൂ. വണ്ടി എങ്ങനെയുണ്ട്? CNG-ലേക്ക് മാറിയിട്ട് CNG-നെ പറ്റി പൊതുവെ പരാതിയാണല്ലോ. തുടക്കത്തിലിറങ്ങിയ ആപ്പ വണ്ടികളൊക്കെ ഇവിടുന്ന് ഒഴിവാക്കി പോയല്ലോ. CNG പൊതുവെ ആദ്യം ഇറങ്ങിയ വണ്ടികളൊക്കെ പരാതി ഉണ്ടായിരുന്നു. അത് ഒരുപാട് സെൻസറും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ്. അപ്പൊ ഇപ്പൊ നിലവിൽ ഓരോ കംപ്ലൈന്റുകൾ വരും. ഇപ്പൊ ഈ ബജാജ് കമ്പനി തന്നെ ഒരുപാട് കംപ്ലൈന്റ്സ് മാറ്റിയിട്ട് ഇതിപ്പോ സാധാരണ മെക്കാനിക്കൽ സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. വേറെ സെൻസറും കാര്യങ്ങളൊന്നും ഇല്ല. സെൻസർ ഒഴിവാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതൊരു സാധാരണ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടില്ല അവർക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും. എത്ര മൈലേജ് കിട്ടുന്നുണ്ട് വണ്ടിക്ക്? ഇപ്പൊ എനിക്ക് ഇത്രയും ബോഡി വെയിറ്റ് കൂട്ടിയിട്ട് തന്നെ ഒരു 39+ എന്തായാലും കിട്ടുന്നുണ്ട്. 39+ മൈലേജ് കിട്ടുന്നുണ്ട്. 39+ എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം എല്ലാ തവണ അടിക്കുമ്പോൾ ഞാനത് പ്രത്യേകം ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത്ര വെയിറ്റ് കയറ്റിയിട്ടും കിട്ടുന്നുണ്ട്. ഇത്ര വെയിറ്റ് കയറിയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം അവിടെ എത്ര രൂപേന്റെ പണി ആവും? എങ്ങനെയാ? നമ്മളിപ്പോ ഓട്ടോ ഓടുകയാണെങ്കിൽ എത്ര രൂപക്ക് ഓട്ടോ ഓടാൻ പറ്റും ഒരു ദിവസം? നമുക്ക് ഓട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ മാസമൊക്കെ നമുക്ക് ഓട്ടം വളരെ കുറവായിരുന്നു. നോമ്പ്, ഇപ്പൊ ഈ ഈസ്റ്ററിന്റെ നോമ്പ്, പിന്നെ എക്സാം, ഇതെല്ലാം വെച്ചിട്ട്. പക്ഷെ ഇപ്പൊ SLC എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടം വളരെ കുറവായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഓട്ടോ ഇപ്പൊ 2-3 ദിവസമായിട്ട് കയറുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈസ്റ്റർ ഇതൊക്കെ ആയിട്ട് പർച്ചേസിങ്ങിന്റെ ഓട്ടോ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2,500 നമുക്ക് ഓടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ പണിയെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് ഓടിയെടുക്കാൻ സാധിക്കും. അല്ലാത്തവരാണെങ്കിൽ 1000 രൂപ താഴെ കിട്ടുള്ളൂ. അതേ ഉള്ളൂ. കാരണം പിന്നെ നമ്മുടെ ഓട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എറണാകുളം ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ട്രിപ്പുകളാണ് വരുന്നത്. യൂബർ, ഓല, റാപ്പിഡോ, പിന്നെ കേരള സർക്കാരിന് കേരള സവാരി എന്നുള്ള ആപ്പും ഉണ്ട്. അതിൽ അത്യാവശ്യം ഓട്ടം കിട്ടുന്നുണ്ട് നമുക്ക്. ഇവിടെയുള്ള ഡ്രൈവർമാരെ മിക്കവാറും സ്റ്റാൻഡ് പെർമിറ്റ് ഉള്ളവരും ഊബറും ഓലയൊക്കെ ഓടുന്നുണ്ടോ? ഓലയൊക്കെ ഓടുന്നുണ്ട്. മറ്റൊരു കൈ അടക്കി പോകുന്നതുകൊണ്ട് ഓടില്ലാതെ രക്ഷയില്ലല്ലേ? നഷ്ടല്ലേ യൂബർ നമ്മളെ സംബന്ധിച്ച് കേരള ഗവൺമെന്റ് റേറ്റ് അവർ തരുന്നുണ്ട്. ഇപ്പൊ ടൗണിലാണെന്നുണ്ടെങ്കിൽ മീറ്റർ ചാർജ്, അതായത് 15 രൂപ കിലോമീറ്ററും. അതല്ല ഇനി ഔട്ട് സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കമ്മീഷൻ പോകുന്നില്ലേ? അവർക്ക് പ്ലാറ്റ്ഫോം ഫീസ് പോകുന്നുള്ളൂ. എത്ര രൂപ വരും? അതൊരു ദിവസം വരുന്നത് ഓട്ടോറിക്ഷകൾ വരുന്നത് 33 രൂപയാണ് വരുന്നത്. ഒരു ദിവസത്തേക്ക് 33. അത് ഒരു ട്രിപ്പ് ആണെങ്കിലും 10 ട്രിപ്പ് ആണെന്നുണ്ടെങ്കിലും ചാർജ് വരുന്നത് ഒരു ദിവസത്തേക്ക് വരുന്ന 33 രൂപ വരുന്നു. ഊബർ വഴി ലോങ് ട്രിപ്പ് കിട്ടോ? നമുക്ക് എറണാകുളം ജില്ലയിൽ എവിടേക്കും കിട്ടുന്നുണ്ട്. ജില്ല പുറത്ത് കിട്ടൂല. ഇപ്പൊ ഇത് ഓൾ കേരള പെർമിറ്റിലേക്ക് വന്നല്ലോ വണ്ടികള്. ഓൾ കേരള പെർമിറ്റ് ആക്കിയോ അല്ലെങ്കിൽ സിറ്റി പെർമിറ്റ് തന്നെ, ജില്ലാ പെർമിറ്റ് തന്നെയാണോ ഉള്ളത്? ഇപ്പൊ ഓൾ കേരള പെർമിറ്റ് ആക്കാനുള്ള ഉദ്ദേശത്തിലാണ് ആ വണ്ടി ഇപ്പൊ ഈ CNG-ലേക്ക് മാറിയത്. അപ്പൊ നിലവിൽ ഇപ്പൊ അറിയാൻ സാധിച്ചേക്കുന്ന ഓൾ കേരള പെർമിറ്റ് ഫീസ് അടക്കാനായിട്ട് സൈറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. നിലവിൽ ഓപ്പൺ ആയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോ നിലവിൽ ഓൾ കേരള പെർമിറ്റ് എടുക്കാൻ സാധിച്ചില്ല. കാരണം ഞാൻ ഓൾ കേരള പെർമിറ്റ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കാരണം പുറത്തേക്കുള്ള ഓട്ടം എനിക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ട്. കെയർ ഓഫ് ഓട്ടോ ഒരുപാട് വരുന്നുണ്ട് എനിക്ക്. യാത്രാസുഖം ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ടൂറിസ്റ്റുകൾ ഉണ്ടാവല്ലോ. ടൂറിസ്റ്റുകൾ ലോങ്ങില് ആലപ്പുഴയൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ടൂറിസ്റ്റുകൾ ഇപ്പൊ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ആലപ്പുഴ, കുമരകം അങ്ങനെയൊക്കെ ഓട്ടോ പോകുന്നുണ്ട് ഇവിടുന്ന്. അത് റൗണ്ട് ട്രിപ്പ് ആയിട്ട് എടുക്കുകയാണോ ചെയ്യുക അല്ലെങ്കിൽ മീറ്റർ വാടക, അതായത്
നോർമൽ കിലോമീറ്റർ വാടകയാണോ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ എന്നാണോ? ഒരു ദിവസത്തേക്ക് നമ്മൾ അവരോട് പറയും. അത് ഓരോരുത്തരെ പലരും പല രീതിയിലായിരിക്കും വാങ്ങുന്നത്. ചിലപ്പോൾ ചിലർ കൂടുതൽ ആൾക്കാർക്ക്, ചിലര് ഇവിടുത്തെ ഫോർട്ട് കൊച്ചിയിൽ വരുന്ന ഫോറിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചിലര് ഓട്ടോറിക്ഷ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഓട്ടോയിൽ കയറാൻ വേണ്ടിയിട്ട് ഓട്ടോ വിളിക്കുന്നത്. അത് തന്നെ, ഓട്ടോയിലുള്ള യാത്രകൾ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ചിലരാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് അവർ പറയും 2 ദിവസം അവിടെ സ്റ്റേ അല്ലെങ്കിൽ ഒരു ദിവസം അവിടെ സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മുതലാവുന്ന റേറ്റും നമുക്ക് അവിടെ വെയിറ്റിംഗ് ഇതെല്ലാ റേറ്റും നമ്മളോട് അവിടെ സ്റ്റേ ചെയ്യാൻ പറയും. ചില അങ്ങനെ, കാരണം റിട്ടേൺ ഇവിടെ തന്നെ വരുന്നു. ചിലർക്ക് അവരുടെ ചിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ അവരുടെ സാധനങ്ങളൊക്കെ അവര് ഇത് ഉണ്ടാവും. കാരണം അവിടെ അവര് റിട്ടേൺ ഇവിടെ തന്നെ എറണാകുളത്ത് വന്നിട്ടായിരിക്കും ചിലപ്പോൾ റിട്ടേൺ പോകുന്നത്. ചിലപ്പോൾ അവർ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ നെടുമ്പാശ്ശേരി ആയിരിക്കും. അപ്പൊ ചിലപ്പോൾ ആലപ്പുഴ പോയി അല്ലെങ്കിൽ തിരുവനന്തപുരം പോയിട്ട് ഇങ്ങനെ കറങ്ങി വരുന്ന കൊച്ചി ടച്ച് ചെയ്തിട്ട് തന്നെ അവർ പോവുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഓട്ടങ്ങളൊക്കെ കിട്ടും. വണ്ടി ഉഷാറാക്കി കൊണ്ടുവരുന്നാലാണ് അങ്ങനെയുള്ള ഫോറിനേഴ്സ് കയറുള്ളൂ. തീർച്ചയായിട്ടും പൊളിഞ്ഞു വീഴാനായ വണ്ടി കൊണ്ടുവന്നാൽ ഫോറിനേഴ്സ് കയറൂല. ഇല്ല. അപ്പൊ വണ്ടി കിടുവായിട്ടുണ്ട്, വളരെ ഉഷാറാണ്, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി വർക്കാണ്.